ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു അടിപൊളി ഡെസേർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ പഴമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഡെസേർട്ട് തയ്യാറാക്കാം. ഇത് വളരെയധികം ഡെലിഷ്യസ് ആണ്. ഞാൻ ഇന്ന് ബനാന കാരമൽ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല സോഫ്റ്റും റിച്ച് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ മുകളിലായി നല്ല കാരമൽ സോസും ബനാനയുടെ നല്ല ഫ്ലേവറും ഉണ്ടാകും. വായിൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ഡെസേർട്ടാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബനാന ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ട്രീറ്റാണ്. എത്ര ബ്യൂട്ടിഫുൾ കളറും ടെക്സ്ചറാണെന്ന് നോക്കൂ. ആദ്യമായി ആണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു സോസ് പാനിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം തന്നെ വെച്ചിരിക്കണം. ഫ്ലെയിം ലോ അല്ലെ ഹൈ വെക്കാൻ പാടില്ല. ഫ്ലെയിം ഹൈ ആണെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകും. അഥവാ ഫ്ലെയിം ലോ ആണെങ്കിൽ ഷുഗർ ക്രിസ്റ്റലാകും. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഷുഗർ മൊത്തം മെൽറ്റായി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടെ തന്നെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം അത് ഈവണായിട്ട് ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ആറാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു മിക്സി ജാറിൽ 4 മുട്ട, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 പഴുത്ത പഴം, ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്. പഴം ഒന്ന് കഷ്ണിച്ച് നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർക്കണം. അതിൻ്റെ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യാം. ഈ ബ്ലെൻഡ് ചെയ്ത പാല് നമുക്ക് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് നമ്മൾ ഷുഗർ കാരമൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമ്മൾ ഒരു അലുമിനിയം ഫോയിലോ അല്ലെ ഒരു പാത്രം കൊണ്ട് കവർ ചെയ്യാം. സ്റ്റീമിൽ നിന്ന് വരുന്ന വെള്ളം പുഡിങ്ങിൻ്റെ അകത്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ സീൽ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പുഡിംഗ് ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. എന്നിട്ടിത് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യേണ്ടത്. 25 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഒന്നും ഒട്ടാതെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞാൽ കറക്റ്റായിട്ട് പുഡിംഗ് കുക്കായിട്ടുണ്ട്. പെർഫെക്റ്റായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡ്സ് ഒന്ന് പിച്ചാത്തി കൊണ്ട് ലൂസാക്കി ഒരു പ്ലേറ്റിലേക്ക് ഇടാം. വാവ്, എത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വായിൽ വെള്ളമൂറുന്ന ഒരു ബനാന പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എന്നാൽ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.